ഇന്ന് ഉച്ചത്തേക്കിന് അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് ചിക്കനും കുറച്ച് ക്യാബേജ് തോരനും കൂടെ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നാടൻ ചിക്കനാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 5-6 വിസിലിന് അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് ക്യാബേജ് തോരനായിട്ടുള്ളത് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ കൂട്ടൊക്കെ ഞാൻ എല്ലാം ക്യാബേജൊക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ചതച്ച് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് സമയം പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് തോരൻ വെക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചത്. ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചു. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴന്ന് വന്നപ്പോഴേക്ക് സവോള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഒന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് ഞാൻ ഈ ക്യാബേജ് ഒന്ന് ഇളക്കി ചിക്കി ഇടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അടി പിടിച്ചെങ്കിലോ. ക്യാബേജ് വീണ്ടും ഞാൻ മൂടി വെച്ചത് അവിടെ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഈ സവോള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി, 2-3 പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ കുറച്ചേ ചേർത്തുള്ളൂ. ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണല്ലോ ചിക്കൻ വേവിച്ചത്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ കുക്കറിൽ കുറച്ച് വെള്ളം, ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഞാൻ ഒരു 1/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. പിന്നെ നമുക്കിത് തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായില്ല, മല്ലിയില ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറക്കാണ്ടത് ചേർത്ത് കൊടുത്തോളൂ. നമുക്കപ്പോൾ ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അങ്ങ് മൂടി വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല സെറ്റായിട്ട് കുറുക്കിട്ടോ. ഈ കറിക്ക് നല്ലൊരു കളറായിരിക്കും കുറച്ച് കഴിയുമ്പോഴേ. എൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി തണുത്ത് വരുമ്പം നല്ലൊരു കളറായിരിക്കും. കണ്ടില്ലേ, അത് ആ ഒരു ഓറഞ്ച് കളർ പോലെ ആയിരിക്കും നമ്മുടെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ നമുക്ക് ഊണിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി തണുത്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചോറ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായിരുന്നു. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ചോറിനെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ചോറിന്